ഇവിടെ ഇരുട്ടിൽ കഴിയുന്നവരുണ്ട്. കാഴ്ചയില്ലാതായപ്പോൾ അവർക്ക് ദൈവത്തെ മാത്രം കാണാനായി. അവരുടെ കൈകൾ കൊണ്ടാണ് അവർ പ്രാർത്ഥനയുടെ സൗരഭ്യം പകരുന്നത്. ഓരോ മണിയിലും ഓരോ പ്രാർത്ഥന. ഇവർ നിർമ്മിക്കുന്ന പ്രാർത്ഥനാമാലകൾ വിശ്വാസത്തിൻ്റെ മണിപ്പൂരങ്ങളാണ്. ഇന്ന് നമുക്ക് അവരുടെ ജീവിതത്തിലേക്ക് ഒരു തിരിഞ്ഞുനോട്ടം നടത്താം. അവിടെയുണ്ട് ദൈവത്തിൻ്റെ സാന്നിധ്യം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഞാനിപ്പോൾ നിൽക്കുന്നത് ആലുവയ്ക്കടുത്ത് 4 മൈൽ എന്ന് പറയുന്ന സ്ഥലത്താണ്. നിങ്ങൾ എൻ്റെ ബാക്കി കാണുന്ന ഈ സ്ഥാപനത്തിൻ്റെ പേര് കാത്തലിക് കോൺഗ്രിഗേഷൻ ഓഫ് ബ്ലൈൻഡ് എന്നാണ്. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ബ്ലൈൻഡ് ആയിട്ടുള്ള വ്യക്തികളാണ് ഇവിടെ താമസിക്കുന്നത്. നമ്മുടെ CMC സിസ്റ്റേഴ്സിൻ്റെ മേൽനോട്ടത്തിലാണ് ഈ സ്ഥാപനം റൺ ചെയ്യുന്നത്. ഇവിടെ ഏകദേശം 19 കുട്ടികളോടാണ് താമസിക്കുന്നത് ബ്ലൈൻഡ് ആയിട്ടുള്ള. നമുക്കപ്പോൾ അകത്തേക്ക് പോയി അവരുടെ കൂടുതൽ വിശേഷങ്ങൾ അറിയാം. ഈശംശാക്ക് സ്ഥിരീകരിക്കട്ടെ. ഞങ്ങളിങ്ങനെ ഒത്തിരി പേരുടെ അടുത്ത് കേട്ടു ഇവിടെ ഇങ്ങനെ ഒരു സ്ഥാപനം ഉണ്ടെന്ന്. എല്ലാവരെയും ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നതാ. ഒരു ഭാഗത്തേക്ക് വരും. സിസ്റ്ററാണ് ഇവിടുത്തെ കാര്യങ്ങൾ നോക്കുന്നത് അല്ലേ? അതെ അതെ. സിസ്റ്ററിന്റെ പേര് സിസ്റ്റർ ബ്ലസ്സി. സിസ്റ്റർ ഒരാളാണ് ഇവിടെ ഉള്ളൂ? വേറൊരു സിസ്റ്ററും കൂടെ ഉണ്ട്. ആളുടെ പേരെന്താ? സിസ്റ്റർ ആണിജ. ഇന്നിവിടെ ഇല്ല അല്ലേ? ഉണ്ടായിരുന്നെങ്കിൽ പരിചയപ്പെടായിരുന്നു. ഇവിടെ മൊത്തം എത്ര മക്കളുണ്ട് നമുക്ക്? 19 പേര്. 19 പേരും പൂർണ്ണമായിട്ടും ബ്ലൈൻഡ് ആണോ? 16 പേരും ബ്ലൈൻഡ് ആണ്. 3 പേർക്ക് കുറച്ച് കാണാം. ഓക്കെ. എങ്ങനെയാണ് ഇവരുടെ കാര്യങ്ങൾ? ഒരു ദിവസം എങ്ങനെ ഒരു ദിവസം പോവാ? ഇവർ രാവിലെ 5 മണിക്ക് എഴുന്നേക്കും. എന്നിട്ട് കഴിഞ്ഞ് 5:45 മുതൽ ഇവർ തുടർച്ചയായിട്ട് കുറച്ച് നേരം പ്രെയർ ഉണ്ട്. പ്രെയർ കഴിഞ്ഞ് ദിവ്യബലിക്ക് ശേഷം ഒരു അരമണിക്കൂർ ഇവർ പുറത്തിറങ്ങി എക്സസൈസ് ചെയ്യും. ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം കുറച്ച് പേര് കറിക്കരിയാനായിട്ട് പോകും. പിന്നെ 9:15 മുതൽ ഇവർ തുടർച്ചയായിട്ട് പിന്നെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. എല്ലാവർക്കും വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ഇവരുടേതായ കാര്യങ്ങളെല്ലാം ഇവർ സ്വയം ചെയ്യും. കറിക്കരിഞ്ഞ് തരും. പിന്നെ കുർബാനയ്ക്ക് ഒരുക്കുന്നതും ലേഖനം വായിക്കുന്നതും ശുശ്രൂഷയാവുന്നതും എല്ലാം ഇവർ തന്നെയാണ്. ഓർഗൻ കൊട്ടും. തുടർച്ചയായിട്ട് ഇവർ ലോഗോസ് പരീക്ഷയ്ക്ക് റാങ്ക് വാങ്ങിക്കാറുണ്ട്. അതിലൊരു കൊച്ചിന് 17 വർഷമായിട്ട് മുടങ്ങാതെ എല്ലാ വർഷവും റാങ്ക് കിട്ടാറുണ്ട്. അപ്പോൾ അവരെങ്ങനെ ഇതിനു വേണ്ടിയൊക്കെ പ്രിപ്പയർ ചെയ്യുന്നത്? ലോഗോസൊക്കെ ആകുമ്പോൾ നമുക്ക് വായിച്ച് പഠിക്കണമല്ലോ. ഇവർ ബ്രെയിൻ ലിപി പഠിച്ചിട്ടുണ്ട്. നമ്മൾ ബൈബിള് വായിച്ചു കൊടുക്കുമ്പോൾ അവരുടെ ലിപിയിൽ അവർ എഴുതിയെടുക്കും. എന്നിട്ട് ആ പേപ്പേഴ്സ് എല്ലാം ബൈൻഡ് ചെയ്ത് ബുക്ക് പോലെ ആക്കി അവർ പഠിക്കാൻ തുടങ്ങും. പിന്നെ ഈ വർഷത്തേക്കുള്ള പ്രിപ്പറേഷനൊക്കെ തുടങ്ങി കാണുമല്ലോ? തുടങ്ങി കഴിഞ്ഞു. അവരിപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുക. ഈ കറിക്കരിയൂന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അന്നേരമൊക്കെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ടോ? അത് അവരതിൽ എക്സ്പേർട്ടാണ്? അവർ എക്സ്പേർട്ടാണ്. നമ്മൾ ചെയ്യുന്നതിൽ നന്നായിട്ട് അവർ ചെയ്യും. ഓക്കെ. എല്ലാ കഴിവുകളും ഉണ്ട്. നല്ല ഓർമ്മശക്തി, ബുദ്ധിശക്തി എല്ലാം ഉണ്ട്. ഇവർക്ക് ആകെ ഒരു കുറവുള്ളൂ, കണ്ണിന് കാഴ്ചയില്ല എന്നുള്ളത്. അവരെ ബാധിക്കുന്നില്ല അവരത്. അപ്പൊ ഈ കാഴ്ചയില്ലാത്ത ഇവരുടെ ഇടയിൽ ഒരു കണ്ണായി വർത്തിക്കുക, അത്രയും ഞങ്ങളുടെ ദൗത്യമുള്ളൂ. പിന്നെ ദൈവത്തിൻ്റെ ഒരു വചനം, ഈ ചെറിയവരിൽ ഒരുവന് ചെയ്തപ്പോഴെല്ലാം എനിക്ക് തന്നെയാണ് ചെയ്തതെന്നുള്ള ആ വചനം നമുക്ക് ഇങ്ങനെ ഇവരെ ശുശ്രൂഷിക്കാനായിട്ട് ഒത്തിരി പ്രചോദനം നൽകുന്നു. ഇവിടുത്തെ കാര്യങ്ങൾ മുന്നോട്ട് പോകാൻ, അതായത് ഫണ്ട് അങ്ങനത്തെ കാര്യങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാറുണ്ടോ? ഇവർക്ക് ഇങ്ങനെ ഗവൺമെൻറ്റിൻ്റെ ഗ്രാൻറ്റൊന്നും ഇല്ല. ചുറ്റുള്ള ആളുകളൊക്കെ സഹായിച്ചാണ്. രൂപയായിട്ടും സാധനങ്ങളായിട്ടും ഫുഡായിട്ടൊക്കെ തന്നെ ചുറ്റുള്ള ആളുകളെ സഹായിക്കുകയാണ്. ഒരിക്കലും ഇവർക്കൊരു കുറവ് വരാറില്ല. ദൈവത്തിൻ്റെ പരിപാലന വളരെയധികം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രൂപ്പായത്. ഇന്നിപ്പോൾ ഇവിടെ എല്ലാവരും ഉണ്ടോ? ഇന്ന് 2 പേരില്ല. അവർ ധ്യാനത്തിന് പോയിരിക്കാൻ വരുന്നവർ. അവർ തന്നെ പോയി വരും? ഇല്ല, ഒരു ബ്രദർ ഇവിടെ വന്നവരെ വണ്ടിക്ക് കൊണ്ടുപോയി. അതിലൊരാൾ കാഴ്ചയുള്ള ആളാണ്. അപ്പോൾ നമുക്കെന്നാൽ പരിചയപ്പെടാം എല്ലാവരും. മേളിലുണ്ടെന്ന് തോന്നുന്നല്ലേ? ശരി.
പൗലോസ്ലിഹ എഫെസർക്ക് എഴുതിയ ലേഖനം അധ്യായം 6 10 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ. അവസാനമായി കർത്താവിലും അവിടുത്തെ ശക്തിയുടെ പ്രാഭവത്തിലും കരുത്തുള്ളവരാകുവിൻ. സാത്താൻ്റെ കുടിലതന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. എന്തെന്നാൽ നമ്മൾ മാംസത്തിനും രക്തത്തിനും എതിരായിട്ടല്ല, പ്രഭുത്വങ്ങൾക്കും ആധിപത്യങ്ങൾക്കും ഈ അന്ധകാര ലോകത്തിൻ്റെ അധിപന്മാർക്കും സ്വർഗീയ ഇടങ്ങളിൽ വർത്തിക്കുന്ന തിന്മയുടെ ദുരാത്മാക്കൾക്കും എതിരായിട്ടാണ് പടവെട്ടുന്നത്. അതിനാൽ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവിൻ. തിന്മയുടെ ദിനത്തിൽ ചെറുത്തു നിൽക്കാനും എല്ലാ കർത്തവ്യങ്ങളും നിറവേറ്റിക്കൊണ്ട് പിടിച്ചു നിൽക്കാനും അങ്ങനെ നിങ്ങൾക്ക് സാധിക്കും. അന്ധത അവരെ ബാധിച്ചെങ്കിലും ദൈവസാന്നിധ്യത്തിൽ അവർ സ്നേഹവും സമാധാനവുമാണ് കണ്ടെത്തുന്നത്. ഓരോ പ്രാർത്ഥനാമാലയും ദൈവത്തോടുള്ള അവരുടെ അഗാധമായ സ്നേഹത്തിൻ്റെ ഒരു തെളിവാണ്. അവരാണ് കാഴ്ചയില്ലെങ്കിലും ദൈവത്തെ കാണുന്നവർ. ഈശോ വിശേഷതയായിരിക്കട്ടെ. എൻ്റെ പേര് ശ്രീ ജോർജ്. ഞാനിവിടെ 2003 ജനുവരി 5 ഇവിടെ കടന്നു വരുന്നത്. അന്ന് മുതൽ വചനം പഠിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. അതേ വർഷം തന്നെ എനിക്ക് ബൈബിൾ ലോഗോസ് പരീക്ഷ എഴുതാൻ സാധിച്ചു. അതിനുശേഷം വചനം ധാരാളം വചനം വായിക്കാനും പഠിക്കാനും തുടങ്ങി. അതിനുശേഷം എനിക്ക് ലോഗോസിന് റാങ്ക് കിട്ടാറുണ്ട്. ഈ കഴിഞ്ഞ വർഷം എനിക്ക് 29 മാർക്ക് ഉണ്ടായിരുന്നു. 4th റാങ്ക് ആയിരുന്നു. അപ്പോൾ ഈശോയുടെ വചനം ഒത്തിരി പഠിക്കാൻ സാധിച്ചത് എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. വിശുദ്ധ പൗലോസ്ലിഹ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം അധ്യായം 1 മുതൽ 14 വരെ തിരുവചനങ്ങൾ. ദൈവ തിരുമനസ്സിനാൽ യേശു ക്രിസ്തുവിൻ്റെ അപ്പസ്തോലനായ പൗലോസ് യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവരായി എഫെസോസിലുള്ള വിശുദ്ധർക്ക് എഴുതുന്നത്. നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തുവിൽ നിന്നും നിങ്ങൾക്ക് കൃപയും സമാധാനവും. സ്വർഗീയമായ എല്ലാ ആത്മീയ വരങ്ങളാലും ക്രിസ്തുവിൽ നമ്മെ അനുഗ്രഹിച്ചവനും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പിതാവുമായ ദൈവം സ്തുതിക്കപ്പെട്ടവനാകട്ടെ. തൻ്റെ മുൻപാകെ സ്നേഹത്തിൽ പരിശുദ്ധരും നിഷ്കളങ്കരുമായിരിക്കാൻ ലോകസ്ഥാപനത്തിന് മുൻപ് തന്നെ അവിടുന്ന് നമ്മെ ക്രിസ്തുവിൽ തിരഞ്ഞെടുത്തു. യേശു ക്രിസ്തു വഴി നാം അവിടുത്തെ പുത്രരായി ദത്തെടുക്കപ്പെടണമെന്ന് അവിടുന്ന് തൻ്റെ ഹിതവും ലക്ഷ്യവും അനുസരിച്ച് മുൻകൂട്ടി തീരുമാനിച്ചു. അവിടുന്ന് ഇപ്രകാരം ചെയ്തത് തൻ്റെ പ്രിയപ്പെട്ടവനിലൂടെ നമ്മിൽ ചൊരിഞ്ഞ അവിടുത്തെ കൃപയുടെ മഹത്വത്തിനും പുകഴ്ചയ്ക്കും വേണ്ടിയാണ്. അവിടുത്തെ കൃപയുടെ സമൃദ്ധിക്കൊത്ത് നമുക്ക് ക്രിസ്തുവിൽ പാപമോചനവും അവൻ്റെ രക്തം വഴി രക്ഷയും കൈവന്നിരിക്കുന്നു. ഈ കൃപയാകട്ടെ അവിടുന്ന് തൻ്റെ ജ്ഞാനത്തിലും വിവേകത്തിലും നമ്മിൽ സമൃദ്ധമായി ചൊരിഞ്ഞിരിക്കുന്നു. തൻ്റെ അഭിഷ്ടമനുസരിച്ച് നമുക്ക് അവിടുത്തെ പദ്ധതിയുടെ രഹസ്യം നമുക്ക് മനസ്സിലാക്കി തന്നു. ഇത് കാലത്തിൻ്റെ പൂർണ്ണതയിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള എല്ലാവരുടെയും ക്രിസ്തുവിൽ ഒന്നിപ്പിക്കുന്നതിന് വേണ്ടി അത്രേ. തൻ്റെ ഹിതമനുസരിച്ച് എല്ലാം പൂർത്തിയാക്കുന്ന അവിടുന്ന് തൻ്റെ പദ്ധതി അനുസരിച്ച് അവിടുന്ന് നമ്മെ അവനിൽ മുൻകൂട്ടി തിരഞ്ഞെടുത്ത് നിയോഗിച്ചു. ഇത് യേശു ക്രിസ്തുവിൽ ആദ്യമായി പ്രത്യാശ അർപ്പിച്ച നാം അവൻ്റെ മഹത്വത്തിനും സ്തുതിക്കും വേണ്ടി ജീവിക്കുന്നതിനാണ്. രക്ഷയുടെ സദ്വാർത്തയായ സത്യത്തിൻ്റെ വചനം ശ്രവിക്കുകയും അവനിൽ വിശ്വസിക്കുകയും ചെയ്ത നിങ്ങളും വാഗ്ദാനം ചെയ്യപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ മുദ്രിതരായിരിക്കുന്നു. അവിടുത്തെ വാഗ്ദാനം വീണ്ടെടുത്ത് സ്വന്തമാക്കുന്നതിനുള്ള അവകാശം ലഭിക്കുന്നതിനുള്ള അവകാശമാണ് ഈ പരിശുദ്ധാത്മാവ്. അവരുടെ കണ്ണുകൾ ഇരുണ്ടതാണ്, എങ്കിലും അവരുടെ ഹൃദയത്തിൽ ഒരു പ്രകാശമുണ്ട്, അനന്തമായ ഒരു പ്രകാശം. വിശുദ്ധ ബൈബിൾ വായിക്കുന്നത് നമ്മൾ സർവ്വസാധാരണയായിട്ട് കാണാറുണ്ട്. എഴുതുന്നത് അത്ര സാധാരണ അല്ലെങ്കിലും നമ്മുടെ ഇടവകകളിലോ രൂപതകളിലോ അങ്ങനെയുള്ള വ്യക്തികളെയും കാണാം. എന്നാൽ എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ബ്രെയിൽ ലിപി ഉപയോഗിച്ച് വിശുദ്ധ ബൈബിൾ എഴുതുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പക്ഷേ ഇവിടുത്തെ മക്കൾ ലോഗോസ് ക്വിസിന് പ്രിപ്പയർ ചെയ്യുന്നതും ലേഖനം വായിക്കുന്നതും ഒക്കെ സിസ്റ്റർമാർ വിശുദ്ധ വചനം വായിച്ചു കൊടുക്കുമ്പോൾ അത് ബ്രെയിൽ ലിപിയിൽ എഴുതി എഴുതിയത് വെച്ചിട്ടാണ് ഇവർ അതിനു വേണ്ടി വായിക്കുന്നതും പഠിക്കുന്നതും ഒക്കെ. അപ്പോൾ അത് നമുക്കൊരു പുതിയ അനുഭവമായിരിക്കും. നമുക്കിനി ആ കാഴ്ചകളിലേക്ക് പോകാം. യെശയ്യാ അധ്യായം 42.
ബാക്കി 1. ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ. എൻ്റെ ദാസൻ. ഏശയ്യ 42 അധ്യായം വാക്യം 1. ഇതാ ഞാൻ താങ്ങുന്ന എൻ്റെ ദാസൻ, ഞാൻ തിരഞ്ഞെടുത്ത എൻ്റെ പ്രിയപ്പെട്ടവൻ, ഞാൻ എൻ്റെ ആത്മാവിനെ അവൻ നൽകി. വടക്കൻ കാറ്റും ചുഴലിക്കാറ്റും കൊണ്ടും ശ്വാസിക്കുന്നു. കണ്ണുകളില്ലെന്ന് പറഞ്ഞ് അവർ അന്ധരല്ല, പകരം അവർ കാണുന്നു. വിശ്വാസത്തിൻ്റെ കണ്ണുകൾ കൊണ്ടും സ്നേഹത്തിൻ്റെ സ്പർശം കൊണ്ടും ആത്മാവിൻ്റെ ജ്വാല കൊണ്ടും. അടുക്കളയിലൊക്കെ കയറി എന്തെങ്കിലും ജോലി ചെയ്യുന്നവർക്ക് കൃത്യമായിട്ടറിയാം എത്രമാത്രം കോൺസെൻട്രേഷനാണ് ഇതിനൊക്കെ ആവശ്യമെന്ന്. പച്ചക്കറി അരിയുമ്പോഴോ പാത്രം കഴുകുമ്പോഴോ കണ്ണൊന്ന് തെറ്റിയാലോ മനസ്സൊന്ന് മാറിയാലോ പിന്നെ നിരവധി പ്രശ്നങ്ങളാണ്. പക്ഷെ ഇവിടെ ഇവർ എത്ര എക്സ്പേർട്ടായിട്ടാണ്, എത്ര പെർഫെക്റ്റ് ആയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് അറിയാമോ? നമുക്കതൊന്ന് കണ്ടു നോക്കാം. ജീവിതത്തിലെ പല സാഹചര്യങ്ങളിലും പരിശുദ്ധ അമ്മയെ കൂട്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒന്നാണ് പരിശുദ്ധ ജപമാല. ഫ്രീ ടൈമിൽ റീൽസ് സ്ക്രോൾ ചെയ്തിരിക്കുന്ന ഒരു തലമുറയ്ക്ക് മുൻപിൽ ഇവർ മാതൃകയാകുന്നത് ഇവരുടെ ഫ്രീ ടൈമിൽ ജപമാല നിർമ്മിച്ചുകൊണ്ടാണ്. പക്ഷേ അതിലും ഇവർക്ക് ഇവരുടേതായ വ്യത്യസ്തതയുണ്ട്. ഇവരിൽ ഒരാൾക്ക് തന്നെ ഒരു ഇൻസ്പിറേഷൻ കിട്ടി സ്വയം നിർമ്മിച്ച് പിന്നീട് അത് മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു എന്നുള്ളതാണ് ഇതിലെ വ്യത്യസ്തത. എൻ്റെ കയ്യിലിരിക്കുന്ന ഇതുപോലത്തെ ഒരു ജപമാല നിങ്ങൾ മുൻപ് കണ്ടിട്ടുണ്ടാവില്ല. കാരണം ഇത് ഇവർ തന്നെ നിർമ്മിക്കുന്നതാണ്. ആ കാഴ്ചകളിലേക്ക്. കാഴ്ചയില്ലാത്ത ചില ആത്മാക്കൾ ദൈവസന്നിധിയിൽ അധിവസിക്കുന്നു. അവർ ചെറിയ കൈകളാൽ വിശ്വാസത്തിൻ്റെ മണികൾ വേർതിരിക്കുന്നു. പ്രാർത്ഥനാമാലകൾ നിർമ്മിക്കുകയാണ് അവർ. ഓരോ മണിയിലും ഓരോരോ പ്രാർത്ഥന. ദൈവമേ, ഞങ്ങൾ അങ്ങേയ്ക്കായി കാത്തിരിക്കുന്നു എന്നൊരു നിസാരമല്ലാത്ത അപേക്ഷ. കാഴ്ചയില്ലെങ്കിലും വിശ്വാസം വ്യക്തമാക്കുന്ന ഒരു ദീപമാണ് അവരുടെ ഹൃദയങ്ങളിൽ തെളിയുന്നത്. എൻ്റെ പേര് കുഞ്ഞമ്മ. എനിക്ക് ഈ ഇങ്ങനെ ഈ രീതിയിൽ കൊന്ത കെട്ടാൻ എൻ്റെ മനസ്സിൽ ഒരു ഐഡിയ വന്നതാണ്. മാതാവ് തന്നതാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം മാതാവിനോട് എനിക്കൊരിതുണ്ടായിരുന്നു. കാരണം കൊച്ചിലെ തുടങ്ങി അമ്മച്ചി എനിക്ക് പറഞ്ഞു തരുമായിരുന്നു പ്രാർത്ഥിക്കാൻ, കുരിശ് എല്ലാം എനിക്ക് ഇങ്ങനെ ഈശോയോട് പ്രാർത്ഥിക്കുന്നതും കൊന്ത പിടിച്ച് മുത്തുന്നതും അതെല്ലാം പറഞ്ഞു തരുമായിരുന്നു. അവസാനം എനിക്ക് ഒരു 10-12 വയസ്സായപ്പോഴത്തേക്ക് എനിക്കൊരാഗ്രഹം ഇങ്ങനെ ഈശോയുടെ മണവാട്ടിയാകണമെന്ന്. അപ്പോൾ എനിക്കത് അറിയില്ല, എന്താണെന്നൊന്നും അറിയില്ല. അത് ആ ചിന്ത തന്നെ ശരിയാണോന്ന് പോലും എനിക്കറിയില്ലാത്തൊരു കാലഘട്ടമാണ് അതെങ്ങനെ. അപ്പോൾ ആ അവസരത്തിൽ പിന്നെ അൽഫാസമ്മയെക്കുറിച്ചൊക്കെ കേട്ട് എനിക്ക് മനസ്സിലായി ശരിയാണ്. അപ്പോൾ എനിക്കൊരാഗ്രഹം അത് നേടിയെടുക്കണം. അപ്പോൾ കാഴ്ചയില്ലാത്തതുകൊണ്ടൊന്നും നടക്കില്ല. ഞാൻ പഠിച്ചിട്ടുമില്ല, ഞാൻ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി എങ്ങോട്ടും പഠിക്കാനും പോയിട്ടില്ല, ഒന്നുമില്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പം എനിക്കൊരാഗ്രഹം കൊന്ത ചൊല്ലണമെന്ന്. അന്നേരം ഞാൻ എൻ്റെ സഹോദരങ്ങളും എനിക്ക് കൊന്തയില്ല, എനിക്ക് കാണാതെ പഠിക്കണമെന്നാണ്. അപ്പോൾ അവർ പറഞ്ഞു തന്നു. അങ്ങനെ 11 വയസ്സായപ്പോൾ കൊന്തയെല്ലാം കാണാതെ പഠിച്ചു. പിന്നെ അത് ദിവസവും ഞാൻ ചൊല്ലുമായിരുന്നു. എല്ലാ ദിവസവും 253 എന്നും ചൊല്ലുമായിരുന്നു. അപ്പോൾ എനിക്കൊരു കന്യാസ്ത്രീയാണെന്നുള്ള എനിക്ക് വലിയൊരു ആഗ്രഹമായിരുന്നത്. അപ്പോൾ അങ്ങനെ കാഴ്ച കിട്ടണം, എന്നാൽ കാഴ്ച കിട്ടിയാലേ പറ്റുള്ളൂ, കാഴ്ചയില്ലെങ്കിൽ പറ്റുകയില്ല എന്നുള്ള ആ ഒരു ഇതിലാണ് കാഴ്ച കിട്ടണം, സ്വസ്ഥമാണെന്നുള്ള ആ ഒരു ആഗ്രഹം. അങ്ങനെ വന്നപ്പോൾ പിന്നെ വർഷങ്ങളിങ്ങനെ കൊന്ത ചൊല്ലി. അത് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ പഠിക്കാൻ പോകാനൊരു അവസരം കിട്ടി. കാഴ്ചയില്ലെങ്കിലും ബ്രെയിലിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബ്രെയിൽ എന്താണെന്ന് എനിക്ക് അറിയണം. അപ്പോൾ അങ്ങനെ കൊന്ത ചൊല്ലി ഞാൻ വീട്ടിൽ കഴിഞ്ഞു. പിന്നെ പള്ളിയിലൊക്കെ പോകും, പള്ളിയിലൊക്കെ അവർ കൊണ്ടുപോകുമ്പം പോകും. അത് കഴിഞ്ഞിട്ട് പിന്നെ പഠിക്കാനൊക്കെ പോയി കഴിഞ്ഞാൽ ബ്രെയിൽ പഠിച്ചു. പിന്നെ സ്വസ്ഥമാണെന്നുള്ള ആഗ്രഹം. പിന്നെ SLC ഒക്കെ എഴുതി. അത് കഴിഞ്ഞിട്ട് SLC കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് ഞാൻ ഇവിടെ വന്നത്. ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഉണ്ട്
ഇവിടെ വന്നാണ് ഞാൻ കൊന്ത കെട്ടാൻ പഠിച്ചത്. അപ്പോൾ കൊന്ത ചെല്ലിക്കൊണ്ട് കൊന്ത കെട്ടാൻ പഠിച്ച് ആദ്യം ഒരു കൊന്ത കെട്ടെങ്കിൽ ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം മാതാവിനോട് കൊന്തയിൽ പ്രാർത്ഥിച്ചത് ഈ കൊന്ത ഞാൻ ഉണ്ടാക്കുമെന്ന് ഒരിക്കലും ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചിരുന്നില്ല. കൊന്ത കെട്ടാൻ പഠിക്കുമെന്ന് ആ ഒരു ഇത് ഒരിക്കലും ഞാൻ വിചാരിച്ചിട്ടുണ്ടായില്ല. അപ്പോൾ കൊന്ത കെട്ടാൻ പഠിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഈ പല രീതിയിലുള്ള കൊന്തകളുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള കൊന്തകൾ കെട്ടാനായിട്ട് എനിക്ക് ഇങ്ങനെ ചെമ്പട്ടി പല രീതിയിലുള്ള കൊന്തകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആ കൊന്തയൊക്കെ ഞാൻ എൻ്റെ മനസ്സിൻ്റെ അടി വെച്ച് തന്നെ സ്വമേധയാ ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചുകൊണ്ട് കോർത്ത് ഞാൻ അത് കെട്ടി അങ്ങനെ പല വിധത്തിലുള്ള കെട്ടുകൾ ഞാൻ പഠിച്ചു. പക്ഷേ ഇങ്ങനത്തെ ഒരു കൊന്ത ശരിക്കും ഞാൻ കണ്ടിട്ടുണ്ടായില്ല. അപ്പോൾ പിന്നെ ഒരു ദിവസം എൻ്റെ മനസ്സിലിങ്ങനെ അപ്പനും അമ്മയൊക്കെ മരിച്ചു പിന്നെ ഒരു ദിവസം എൻ്റെ മനസ്സിലിങ്ങനെ ഇത് വരിക, ഈശോ എന്തോ എന്നിലൂടെ ചെയ്യാൻ പോകുന്നു. അത് അങ്ങനെ ഒരു ഇതെനിക്കുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് എൻ്റെ മനസ്സിൽ ഇങ്ങനെ കൊന്ത കോർക്കാനൊരു ഐഡിയ വന്നത്. അപ്പോൾ ഞാൻ ആ കൊന്ത കോർത്ത് ഒരു 10 മുത്തും ഈ രീതിയിൽ കാണിച്ചിട്ട് അന്നുണ്ടായിരുന്ന സിസ്റ്റേഴ്സ് അമ്മമാരെ കാണിച്ചപ്പോൾ അവർ ആ ഭംഗിയുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാനത് കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ ഒരു കൊന്തയാക്കി ഞാനത് കെട്ടിയപ്പോൾ നല്ല ഭംഗിയായിരുന്നു. അപ്പം എന്നോട് അമ്മ അന്നത്തെ അവസരമ്മ പറഞ്ഞു അത് മാതാവിനിടാം. അപ്പം ഞാൻ പറഞ്ഞു അപ്പം മാതാവിൻ്റെ ഈ ജന്മത്തിരുന്നാളുടെ സമയം അപ്പം അമ്മയ്ക്ക് ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് കൊടുക്കാമെന്ന് പറഞ്ഞ് പള്ളിയിലുള്ള മാതാവിന് ആ കൊന്തയൊന്ന് ഇട്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെ പല കൊന്ത ഇങ്ങനെ കെട്ടാൻ തുടങ്ങി. അങ്ങനെയാണ് ഈ കൊന്ത കെട്ടാൻ പ്രേരണ വന്നത്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ ഇവിടെ ഇങ്ങനെ കുറേ കൊന്തകൾ ഇങ്ങനെ കെട്ടി. അപ്പോൾ ഇവരൊക്കെ പിന്നെ പലർക്കും അത് ആഗ്രഹമായി. പിന്നെ ഇവിടെ 6 പേരെ പിന്നെ ഇപ്പോൾ കൊന്ത പഠിപ്പിച്ചു കൊടുത്തു. ഇപ്പോൾ ഇവർ 6 പേര് ഇപ്പം വേറെ 6 പേരും കൂടി ഇപ്പോൾ ഈ കൊന്ത പഠിച്ചു. അപ്പോൾ അങ്ങനെ വലിയൊരു സന്തോഷമായിരിക്കും. കാരണം മാതാവിന് അങ്ങനെ ഒരു ചെയ്യാൻ പറ്റിയല്ലോ. പിന്നെ ഇവിടെ സ്വസ്ഥാകാൻ ആഗ്രഹിച്ചെങ്കിൽ ഏകദേശം അതുപോലത്തെ ഒരു ഫീൽഡിലോട്ട് എന്നും കുർബാനയൊക്കെ കിട്ടും. അതുപോലത്തെ ഒരു ഫീൽഡിലേക്ക് ഈശോ ആ ഒരു ഫീൽഡ് എനിക്ക് തരുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ ഞാൻ എപ്പോഴും ഈശോയ്ക്കും മാതാവിനും ഔസേപ്പിതാനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ട് ഈ കൊന്ത ഇപ്പോൾ എനിക്ക് വലിയ സന്തോഷമായി മാതാവ് അങ്ങനെ എഴുതി തന്നതുകൊണ്ട്. നമുക്കിനി CCBയിലെ കുറച്ച് സ്റ്റാഫിനെ പരിചയപ്പെടാം. കഴിഞ്ഞ 27 വർഷമായിട്ട് ഈ സ്ഥാപനത്തോടൊപ്പമായിരുന്ന ഇവരുടെ ടീം ലീഡറായിരിക്കുന്ന ഒരു ചേച്ചിയുണ്ട്. അതുപോലെ തന്നെ വിശുദ്ധ ബൈബിൾ കംപ്ലീറ്റ് ആയിട്ട് ബൈഹാർട്ട് ചെയ്തൊരു വ്യക്തിയുണ്ട്. അതേപോലെ കഴിഞ്ഞ 17 വർഷമായിട്ട് ലോഗോസ് ക്വിസിൽ കണ്ടിന്യൂസ് ആയിട്ട് റാങ്ക് മേടിക്കുന്നവർ ഇവിടെയുണ്ട്. അപ്പോൾ നമുക്കിനി അവരെ ഒന്ന് പരിചയപ്പെടാം. പോയാലോ? ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എൻ്റെ പേര് ഷൈനി തോമസ്. എനിക്ക് പ്രീ ഡിഗ്രിക്ക് ശേഷമാണ് മെഡിസിൻ്റെ അലർജി ആയിട്ടാണ് എനിക്ക് കാഴ്ച നഷ്ടപ്പെട്ടത്. അതിനുശേഷം ഞാനിവിടെ CCB പ്രയർ ഹൗസിൽ വന്നു. ഇവിടെ എനിക്ക് ബ്രെയിൽ ലിപി പഠിക്കാനും ദൈവം എനിക്ക് കൃപ തന്നു. ബ്രെയിൽ ലിപിയിൽ വചനം എഴുതാനും വായിക്കാനും അങ്ങനെ ലോഗോസ് ബൈബിൾ ക്വിസിൽ പങ്കെടുക്കാനും ഈ കഴിഞ്ഞ 17 വർഷങ്ങളിൽ ലോഗോസ് ബൈബിൾ ക്വിസിൽ റാങ്ക് വാങ്ങിക്കാനും ദൈവം എനിക്ക് കൃപ നൽകി അനുഗ്രഹിച്ചതിനെ ഓർത്ത് ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടട്ടെ. എനിക്ക് പ്രചോദനം നൽകിയത് എൻ്റെ ഈ ഹൗസിലുള്ള എൻ്റെ ചേച്ചിമാർ തന്നെയാണ്. അവർ കാഴ്ചയില്ലാതെ തന്നെ ബ്രെയിൽ ലിപിയിൽ വചനം പഠിക്കുകയും ലോഗോസ് ക്വിസിൽ പങ്കെടുക്കുന്നതും കണ്ടപ്പോൾ എനിക്ക് എന്തുകൊണ്ട് അത് അങ്ങനെ ആയിക്കൂടാ എന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഞാൻ ഈ വർഷങ്ങളിലെല്ലാം ലോഗോസ് ബൈബിൾ ക്വിസിൽ പങ്കെടുത്തത്. അതുപോലെ തന്നെ ഞങ്ങളുടെ സിസ്റ്റേഴ്സ് നല്ല പ്രോത്സാഹനവും സപ്പോർട്ടുമാണ്. അവരുടെ പ്രയത്നം കൊണ്ട് കൂടിയാണ് ഞങ്ങൾക്ക് ഈ റാങ്ക് ലഭിക്കാൻ ഞങ്ങൾക്ക് കൃപ നൽകിയത്. സിസ്റ്റേഴ്സ് ലോഗോസിലെ ഭാഗങ്ങളെല്ലാം ഞങ്ങൾക്ക് വായിച്ചു തരികയും ഞങ്ങളത് ബ്രെയിൽ ലിപിയിലേക്ക് പകർത്തി എഴുതിയെടുത്ത് ബുക്കാക്കിയതിന് ശേഷമാണ് ഞങ്ങൾ പഠിക്കുന്നത്. പഠിക്കുന്നതിനേക്കാൾ മുമ്പ് പരിശുദ്ധാത്മാവിനോടും ഈശോയോടും പ്രാർത്ഥിക്കും. മാതാവിൻ്റെയും മാധ്യസ്ഥം യാചിച്ച് പ്രാർത്ഥിക്കും. അതുപോലെ വിശുദ്ധ ജലദ്രൂതൻ്റെ പ്രാർത്ഥനയെല്ലാം പ്രാർത്ഥിച്ചതിന് ശേഷമാണ് വചനത്തിൻ്റെ അഭിഷേകം എല്ലാം തരണമേ എന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് ബൈബിൾ പഠിക്കുന്നത്. ബൈബിൾ പഠിക്കുന്ന വഴിയായിട്ട് നമ്മുടെ എൻ്റെ ജീവിതത്തിൽ ഒത്തിരിയേറെ മനസ്സിന് വിഷമവും പ്രയാസവും ഉണ്ടായ അവസരങ്ങളിലെല്ലാം ദൈവം ശക്തി തരികയും ഈശോയുടെ സ്നേഹത്തിൽ വളരാനും ഈശോയുടെ സ്നേഹം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും ദൈവം എന്നെ സഹായിച്ചിട്ടുണ്ട്. ഈ വർഷങ്ങളിലെല്ലാം ദൈവം ചെയ്ത ഈ ലോഗോസ് ക്വിസിന് പങ്കെടുക്കാനും റാങ്ക് നൽകാനും ദൈവം എന്നെ സഹായിച്ച എല്ലാവരെയും, എല്ലാ സിസ്റ്റേഴ്സിനെയും അധികാരികളെയും എല്ലാവരെയും നന്ദിയോടെ ഓർക്കുന്നു. ദൈവവചനം നമ്മുടെ പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശവുമായി സംഗീതത്തിനും പ്രാർത്ഥിച്ചതുപോലെ ഞാനും പ്രാർത്ഥിക്കുന്നു. ഈ വചനം നമ്മുടെ ഓരോരുത്തരെയും പാദങ്ങൾക്ക് വിളക്കും പാതയിൽ പ്രകാശമാകുവാനും നമ്മുടെ ജീവിതത്തെ ഈ വചനം നമ്മെ മുന്നോട്ട് നയിക്കട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. എൻ്റെ പേര് സ്വീറ്റി മരിയ. ഞാൻ തമിഴ്നാട്. ഞാൻ ഇവിടെ വന്നിട്ടാണ് മലയാളം പഠിച്ചത്. വന്നിട്ട് 21 വർഷമായി. എൻ പ്രിയ
ലില്ലി പുഷ്പം പോലെ സാരോനിൻ റോജ പള്ളത്താക്കിൽ ലീലി മുള്ളുകൾക്കുള്ളേ ലില്ലി പുഷ്പം പോലെ കാട്ടുമരങ്ങളിൽ കാട്ടുമരങ്ങളിൽ കിച്ചിലി മരം പോൽ കാട്ടുമരങ്ങളിൽ കിച്ചിലി മരം പോൽ കുമാരരുക്കുള്ളേ എന്നെ സരിരിക്கிறாർ എൻ പ്രിയമേ എൻ രൂപവതി எழுந்து வா கண்மலை சிகரம் என் மறைவிடமே என் மீட்பர் பாதையில் என் வாழ்வில் தஞ்சமே கண்மலை சிகரம் என் மறைவிடமே என் மீட்பர் பாதையில் என் வாழ்வில் தஞ்சமே அவர் கரத்தில் அவர் கரத்தில் நான் அழகுள்ள புறாவே அவர் கரத்தில் நான் அழகுள்ள புறாவே அவர் பாதையில் நான் அழகுள்ள லீலே என் பிரியமே என் ரூபவதி எழுந்து வா എൻ്റെ പേര് മിനി തോമസ്. ഞാൻ 1998 ഇവിടെ വന്നത്. എനിക്ക് ഇവിടെ വന്നിട്ട് വളരെ സന്തോഷമാണ്. കാരണം എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയുണ്ട്. അപ്പോൾ ഈശോയുടെ കൂടെ ആയിരിക്കാനുള്ളൊരു അവസരം എപ്പോഴും ഉണ്ട്. ഇതൊരു പ്രെയർ ഹൗസാണ്. അപ്പോൾ എപ്പോഴും പ്രാർത്ഥനയും അതുപോലെ ബൈബിൾ പഠനം, ഞാൻ ലോഗോസ് ക്വിസ് എഴുതാറുണ്ട്. അപ്പോൾ ഞങ്ങളുടെ ബ്രദേഴ്സിൻ്റെ ഹൗസ് മുരുങ്ങൂരുണ്ട്. അപ്പോൾ അവരായിട്ടാണ് ഞങ്ങൾക്ക് തുടങ്ങിയത്. ഞാൻ ആദ്യത്തെ ബാച്ചാണ്. അപ്പോൾ അവർ CMC വിമല പ്രൊവിൻസിലെ സിസ്റ്റേഴ്സിനെയാണ് ഞങ്ങളെ നോക്കാൻ ഏൽപ്പിച്ചിരുന്നത്. അപ്പോൾ അവരാണ് ഈ വർഷങ്ങൾ വരെ ഞങ്ങളെ നോക്കുന്നത്. ഇപ്പോഴും ഞങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുന്നവരാണ്. അപ്പോൾ ആത്മീയമായാണെങ്കിലും ഭൗതികമായാണ് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും അവരാണ് ഞങ്ങളെ സഹായിക്കുന്നത്. അതുപോലെ ലോഗോസ് ക്വിസ് എഴുതുമ്പോഴും ബ്രെയിലിൽ വായിച്ചെന്നാണ് ഞങ്ങൾ എഴുതിയെടുക്കുന്നത്. അപ്പോൾ ബ്രെയിലൊക്കെ വായിച്ചു തരുന്നതും സിസ്റ്റേഴ്സാണ്. അങ്ങനെ അവരുടെ ഒരു പ്രയത്നം കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ലോഗോസൊക്കെ എഴുതുന്നതും റാങ്കൊക്കെ വാങ്ങിക്കാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാവുന്നത്. അവർ വായിച്ചു തരുന്നതുകൊണ്ടാണ്. പിന്നെ ഞങ്ങളുടെ ബ്രദറും ഒത്തിരി പ്രോത്സാഹനമൊക്കെ തരാറുണ്ട് ലോഗോസ് എഴുതാനൊക്കെ. അപ്പോൾ അങ്ങനെയാണ്. എനിക്ക് വളരെ സന്തോഷമാണ് ഇവിടെ. കാരണം എപ്പോഴും ഈശോയുടെ കൂടെ ആയിരിക്കാനുള്ളൊരു അവസരം എപ്പോഴും ഇവിടെയുണ്ട്. ഞങ്ങളുടെ ടൈം ടേബിൾ ഇതാണ്. ഞങ്ങൾ രാവിലെ 5 മണിക്ക് എഴുന്നേക്കും. 5:45 ഞങ്ങൾക്ക് പ്രെയർ ഉണ്ട്. അത് കഴിഞ്ഞ് 6:30 എല്ലാ ദിവസവും പരിശുദ്ധ കുർബാനയുണ്ട്. അത് കഴിഞ്ഞിട്ട് 7:45 ഞങ്ങൾക്ക് എക്സസൈസാണ് 8:15 വരെ. 8:15 രാവിലത്തെ ഭക്ഷണം കഴിയും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് 3 ഗ്രൂപ്പായിട്ട് ഇങ്ങനെ തിരിച്ചിട്ടുണ്ട്. അപ്പം 9:30 തൊട്ട് ഞങ്ങൾ ജപമാല സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ ഓരോ ഗ്രൂപ്പും 3 മണിക്കൂർ 12:30 വരെ പിന്നെ ജപമാലയാണ് തുടർച്ചയായിട്ട്. പിന്നെ അതിനിടയ്ക്ക് ഞങ്ങൾക്ക് കട്ടിങ്, ക്ലീനിങ് അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ 12:30 ഉച്ചത്തെ ഭക്ഷണം കഴിയുമ്പോൾ പിന്നെ കുർബാനയ്ക്കുള്ള പാട്ടുകൾ പ്രാക്ടീസ് ചെയ്യും. അത് കഴിഞ്ഞ് ഞങ്ങൾക്ക് പിന്നെ 3 മണി വരെ ഫ്രീ ഉണ്ട്. പിന്നെ എല്ലാ ദിവസവും ഞങ്ങൾക്ക് കുരിശിൻ്റെ വഴിയുണ്ട് ഞായറാഴ്ച ഒഴിച്ച്. അപ്പോൾ 3 മണിക്ക് എല്ലാ ദിവസവും കുരിശിൻ്റെ വഴി കഴിഞ്ഞിട്ട് പിന്നെ 4 മണിക്ക് ചായ കഴിഞ്ഞ് പിന്നെ 6 മണി വരെ ഫ്രീ ആണ്. 6 മണിയാകുമ്പോൾ ഞങ്ങൾക്ക് വീണ്ടും പ്രെയർ തുടങ്ങും. പ്രെയർ പിന്നെ പേഴ്സണൽ പ്രെയർ അതെല്ലാം കഴിഞ്ഞ് 7 മണിക്ക് ജപമാല കഴിഞ്ഞിട്ട് പിന്നെ ഭക്ഷണം കഴിഞ്ഞിട്ട് കുറച്ച് നേരം ഉല്ലാസമുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ വചനങ്ങൾ കാണാതെ പഠിച്ചിട്ട് എല്ലാവരും ഓരോ വചനം പറയും. പിന്നെ കുർബാനയ്ക്ക് ലേഖനം വായിക്കുന്നതും ശുശ്രൂഷയാകുന്നതൊക്കെ ഞങ്ങൾ തന്നെയാണ്. അപ്പോൾ കുർബാനയ്ക്കുള്ള ലേഖനങ്ങൾ വായിക്കും. അതിന് സുവിശേഷം സിസ്റ്റർ വായിക്കും. പിന്നെ 9 മണിയാകുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് ആത്മശോധനയുണ്ട്. അത് കഴിഞ്ഞ് നൈറ്റ് പ്രെയർ. 9:30 ആകുമ്പോഴത്തേക്കും ഞങ്ങൾ കിടക്കാനായിട്ട് പോകും. പിന്നെ ശരിക്കും ഞങ്ങളോട് ഒത്തിരി പേര് ഇങ്ങനെ പ്രാർത്ഥന സഹായമൊക്കെ ചോദിച്ചു വരാറുണ്ട്, ഫോണിലൂടെ ആണെങ്കിലും നേരിട്ടൊക്കെ ആണെങ്കിലും. അപ്പോൾ അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത്. പിന്നെ ഞങ്ങൾ ജീവിക്കുന്നത് മറ്റുള്ളവർ സഹായിക്കും ഞങ്ങളെ. അപ്പോൾ അങ്ങനെ മറ്റുള്ളവരുടെ സഹായത്തോടു കൂടിയാണ് ഞങ്ങൾ അങ്ങനെ ജീവിച്ചു പോകുന്നത്.
കുറച്ച് സമയത്തിനുള്ളിൽ ഈ സ്ഥാപനത്തിലെ ഈ കുറച്ച് മനുഷ്യരുടെ ജീവിതത്തെ നമ്മൾ അടുത്തറിഞ്ഞു. ജീവിതത്തിൽ വളരെ ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴേക്കും ദൈവത്തെ തള്ളിപ്പറയുന്നവരും വിശ്വാസത്തിൽ നിന്ന് ഒളിച്ചോടുന്നവർക്കും വളരെ വലിയ മാതൃകയാണ് ഇവർ പറഞ്ഞു വെക്കുന്നത്. ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ദൈവത്തോട് കൂടുതൽ ചേരുവാനും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം യാചിക്കുവാനും ജപമാലയെ കൂട്ടുപിടിക്കുവാനും ഒക്കെ നമുക്കാകണം. ഇവർ മാത്രമല്ല, നമുക്ക് ചുറ്റും ഈ സമൂഹത്തിൽ ഇങ്ങനത്തെ ഒത്തിരി അനവധി വ്യക്തികളെ നമുക്ക് കാണുവാനായി സാധിക്കും. അവരുടെയൊക്കെ ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് അവരെയൊക്കെ സഹായിക്കുവാനും സ്നേഹിക്കുവാനും ചേർത്ത് നിർത്തുവാനും നമുക്കാകണം. ഇവിടെ നമ്മൾ കണ്ട സിസ്റ്റർ അമ്മയെ പോലെ ഇവരെ സഹായിക്കുവാൻ ഈ ലോകത്തിൽ മാലാഖമാരെ പോലെ ഒട്ടനവധി സിസ്റ്റർ അമ്മമാരുണ്ട്. അവരെയും ചേർത്ത് നിർത്തുവാനും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും സഹായങ്ങൾ നൽകുവാനും നമുക്കാകണം. കാഴ്ചയുടെ ലോകത്തിൽ അവർ നമ്മെ പഠിപ്പിക്കുന്നു, സത്യമായ ദർശനം കണ്ണുകളിൽ അല്ല ഹൃദയത്തിൽ ആണെന്ന്. നമുക്ക് ഓരോ മുത്തിലും അവരുടെ ആത്മാർത്ഥതയെയും വിശ്വാസത്തെയും ഒരിക്കൽ മാത്രം ആലോചിച്ചു നോക്കാം. അപ്പോൾ നമ്മുടെ പ്രാർത്ഥന കൂടുതൽ വിശുദ്ധമാകും.